ഹായ് ആൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? അതിൻ്റെ ബാക്കി ടോപ്പിക്സ് ആണ് ഇപ്പം നോക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാം ഓർമ്മിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടി ആ വീഡിയോ കണ്ട് നന്നായിട്ട് ആ ടോപ്പിക്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ഇത് കാണാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ബാക്കി ടോപ്പിക്ക് നോക്കിയാലോ? ഓക്കെ അല്ലേ? ഓക്കെ, സോ നോക്കിക്കേ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞത് എന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാ. എന്താ റൈറ്റ് ഹാൻഡ് റൂള്? സെയിം നമ്മളുടെ വിരലുകൾ ഏതാ? നമ്മളുടെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും എന്ത് ചെയ്യുക? 90 ഡിഗ്രി, അതായത് തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. ഓക്കെ, സോ അതിൽ നമ്മളുടെ തമ്പ് എന്ന് പറഞ്ഞത് മോഷൻ. ഓക്കെ, ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോർ ഫിംഗർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും ഇത് കറണ്ടും ആണ് കേട്ടോ. തമ്പ്, മോഷൻ, മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കോ, ഹോൾഡ് ദ തമ്പ്, the forefinger and the middle finger of right hand at right angle to each other. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് പരസ്പരം 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? നമ്മുടെ വിരലുകൾ ഇങ്ങനെ പിടിക്കുക. ഇഫ് ദ forefinger എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. തമ്പാണെങ്കിലോ? തമ്പ് നമ്മുടെ മോഷനാണ്. പിന്നെ പറയുന്നത് എന്താ? മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അവിടെ ഉണ്ടാവുന്ന കറണ്ട്, അത് വൈദ്യുതി പ്രവഹിക്കുന്നത് നമ്മളുടെ ഈ ഒരു ഡയറക്ഷനിൽ. നമ്മളുടെ ഏത് ഡയറക്ഷനിലാണ്? മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനിൽ. ഓക്കെ ആണല്ലോ. ഇതൊരു റൈറ്റ് ഹാൻഡ് റൂൾ കേട്ടോ. നമ്മുടെ പിക്ചർ നോക്കി വെക്കുക. കറക്റ്റ് ഈ വിരലുകൾ വെച്ചിട്ട് പഠിക്കുക. വേണമെങ്കിൽ ജസ്റ്റ് ഈ മോഷന് M കൊടുക്കുക, മാഗ്നറ്റിക് ഫീൽഡിന് MF കൊടുക്കുക, ഇത് I കൊടുക്കുക, കറണ്ട്. അത് വെച്ചിട്ട് പഠിക്കണം കേട്ടോ. കറക്റ്റ് നമുക്കിപ്പോൾ ഒരു ഇത് ഒരു പിക്ചർ തന്നിട്ട് ഇപ്പം അതിൻ്റെ കറണ്ട് നമുക്ക് അറിയാമല്ലോ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അത് വെച്ചിട്ട് നമ്മളുടെ ഈ വിരലുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓരോന്നും ഏതൊക്കെ ഡയറക്ഷൻസിലാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. അടുത്ത നമ്മളുടെ ഇലക്ട്രിക് ജനറേറ്റർ. ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മൾ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? ഈ ഇലക്ട്രിക് ജനറേറ്റർ. നോക്കിക്കേ, ആൻ ഇലക്ട്രിക് ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേഴ്സ്. ഇവിടെ എന്താ നടക്കുന്നത്? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവാണ് കേട്ടോ. നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ എന്തായിരുന്നു എന്ന് പറഞ്ഞു നോക്ക്. അതെന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആവും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവാണ്. അത് കറക്റ്റ് പഠിക്കണേ. ഇലക്ട്രിക് മോട്ടോറിൻ്റെയും നമ്മളുടെ ഇലക്ട്രിക് ജനറേറ്ററിൻ്റെ എനർജി ട്രാൻസ്ഫോമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാം. പിന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞ മാതിരി ഏതാ? നമ്മുടെ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളിനെ ബേസ് ചെയ്തിട്ട് അല്ലേ? And which states that when a conductor moves through a magnetic field, an electric current അവിടെ ഉണ്ടാകും, induced in it. The direction of the induced current is given by Fleming right hand rule വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡയറക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ. റീഡ് ചെയ്യാം കേട്ടോ. കറക്റ്റ് ഇവിടെ ഞാൻ പറഞ്ഞത് ഏത് എനർജി ഏതായിട്ട് മാറുന്നു എന്നുള്ള കറക്റ്റ് നോക്കി വെക്കാം. ഇനി അടുത്ത് നോക്കിക്കേ, ആൻ ഇലക്ട്രിക് ജനറേറ്ററിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഇലക്ട്രിക് മോട്ടറിലുള്ള അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. എന്തൊക്കെയുള്ള? ആർമേച്ചർ ഉണ്ട്, കമ്മ്യൂട്ടേറ്റർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ബ്രഷസ്, മാഗ്നറ്റും പിന്നെ സ്ലിപ്പ് റിങ്സും ആണുള്ളത്. സോ എന്താണ് ആർമേച്ചർ? എ കോയിൽ ഓഫ് വയർ റാപ്ഡ് അറൗണ്ട് എ കോയിൽ ഓഫ് അയൺ. ഒരു അയണിന് ചുറ്റിട്ടുള്ള എന്താണ്? ഒരു കോയിൽ ഓഫ് വയേഴ്സ് ആണ് എന്ത്? നമ്മൾ ഇവിടുത്തെ ആർമേച്ചർ. ഇനി കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഡിവൈസസ് ദാറ്റ് സ്വിച്ചസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ആളാണ് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ. ബ്രഷസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു മെറ്റൽ കോണ്ടാക്ട്സ് ദാറ്റ് റബ് അഗെയിൻസ്റ്റ് ദ കമ്മ്യൂട്ടേറ്റർ, അതാണ് ബ്രഷസ്. ഇനി മാഗ്നറ്റ് ഇപ്പോൾ നമ്മൾ ഇവിടെ പെർമനൻറ്റ് മാഗ്നറ്റോ or an electric magnet that provide the magnetic field. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിക്കേ, സ്ലിപ്പ് റിങ്സ്. സ്ലിപ്പ് റിങ്സ് എന്ന് പറഞ്ഞാൽ 2 metal ring that allow the armature to rotate. ആർമേച്ചറിന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളുകളാണ്, അതായത് allow ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ സ്ലിപ്പ് റിങ്സ്. ഓക്കെ ആണല്ലോ. നോട്ട് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് ഒരു ഇലക്ട്രിക് ജനറേറ്ററിലുള്ളതെന്ന്. നോക്കിക്കോ മക്കൾ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ്? വെൻ ദ ആർമേച്ചർ ഈസ് റൊട്ടേറ്റഡ്. നമ്മൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇറ്റ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ദാറ്റ് ഇൻഡ്യൂസസ് അവിടെ അപ്പം ഉണ്ടാവും കറണ്ട് ഉണ്ടാവും, ഇലക്ട്രിക് കറണ്ട് ഇൻ ദ കോയിൽ.
പിന്നെന്താണ്, അപ്പം നമ്മുടെ കമ്മ്യൂട്ടേറ്റർ എന്താ ചെയ്യുക, ദാറ്റ് സ്വിച്ചസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് ആര് കാണിച്ചു തരും, കമ്മ്യൂട്ടേറ്റർ. അലൗവിങ് ടു കണ്ടിന്യൂ. അതേമാതിരി തന്നെ നമ്മളുടെ ആ ഒരു റൊട്ടേഷൻ, എന്തിൻ്റെ ആ ഒരു റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യാറ് കമ്മ്യൂട്ടേറ്റർ. പിന്നെ നോക്കിക്കേ, ദ ബ്രഷസ് റബ്സ് എഗെയിൻസ്റ്റ് ദ കമ്മ്യൂട്ടേറ്റർ ദാറ്റ് അലൗവിങ് വാട്ട്, ദ കറണ്ട് ടു ഫ്ലോ ഓഫ് ദ ജനറേറ്റർ. അതിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യാറ് ബ്രഷസ് റബ്ബ് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? ഇതാണ് അതിൻ്റെ വർക്കിംഗ് കേട്ടോ. റീഡ് ചെയ്യണേ, ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, നമ്മൾ AC DC എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ ഈ AC? എന്താ? യെസ്, അതെ, നമ്മൾ എയർ കണ്ടീഷണർ അല്ല. AC എന്ന് പറഞ്ഞാൽ എന്താ, ആൾട്ടർനേറ്റീവ് കറണ്ട് ആണ് അല്ലേ? ദ കറണ്ട് വിച്ച് റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ പീരിയോഡിക്കലി. പിന്നെന്താണ്, ഇൻ ഇന്ത്യ AC റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ ഇൻ എവറി 1/100 സെക്കൻഡ്. അത് നോട്ട് ചെയ്യണേ. ആൻഡ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് 1/100 പ്ലസ് 1/100 ഈക്വൽ ടു 1/50 സെക്കൻഡ് എന്നാണ് ടൈം പീരീഡ്. ആൻഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലോ 1 ടൈം പീരീഡ്, അതായത് 1/50 ഈക്വൽ ടു 50 ഹെർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ? അപ്പോൾ AC എന്ന് പറഞ്ഞാൽ എന്താണ്, ദ കറണ്ട് വിച്ച് റിവേഴ്സസ്, അതിൻ്റെ കറണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ റിവേഴ്സസ് പീരിയോഡിക്കലായിട്ട് അത് റിവേഴ്സ് ചെയ്ത് കൊടുക്കും. അതാണ് AC എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കി നോക്കാം. AC ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ് വിത്തൗട്ട് മച്ച് ലോസ് ഓഫ് എനർജി. അതായത് അധിക എനർജി ലോസ് ഇല്ലാണ്ട് തന്നെ അതിൻ്റെയും ഒരുപാട് ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി നോക്കിക്കേ, ഡിസഡ്വാൻറ്റേജ് എന്താണ്, AC കനോട്ട് ബി സ്റ്റോർഡ്. AC എന്ന് പറഞ്ഞാൽ ഈ ഒരു കറണ്ട്, അതായത് ആൾട്ടർനേറ്റീവ് കറണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണേ. ഇനി അടുത്തത് നോക്കിക്കോ. അപ്പോൾ ആരോഗ്യം അടുത്തത് നമ്മൾ DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ആണ് അല്ലേ? അതായത് കറണ്ട് വിച്ച് ഡസ് നോട്ട് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ, അതായത് അതിൻ്റെ ഡയറക്ഷൻ അത് റിവേഴ്സ് ആക്കുന്നില്ല. അങ്ങനത്തെ കറണ്ടാണ് DC. ആൻഡ് DC ക്യാൻ ബി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. AC സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. DC നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെന്താണ് നോക്കിക്കേ, ലോസ് ഓഫ് എനർജി ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ഓവർ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഹൈ. അതായത് നമ്മുടെ AC നമ്മൾ പറഞ്ഞു എത്ര ഡിസ്റ്റൻസിലും അതെന്തെയും ട്രാൻസ്മിറ്റ് ചെയ്യും, പക്ഷെ അവിടെ ഒരു എനർജി ലോസ് ഇല്ല. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് DC. അതിൻ്റെ ലോങ് കൂടുന്തോറും അതിൻ്റെ എനർജി നമുക്ക് എന്താ, ഹൈ എനർജി അവിടെ ലോസ് ആവും അല്ലേ? ആൻഡ് സോഴ്സസ് ഓഫ് DC ഉപയോഗിക്കുന്ന സോഴ്സസ് എന്ന് പറയുന്നത് സെല്ല്, ബാറ്ററി, പിന്നെ സ്റ്റോറേജ് സെൽസ് ഒക്കെയാണ്. നോക്കണേ. ഇനി നോക്കിക്കേ, എന്താണ് ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്? എന്താ ഈ ഡൊമസ്റ്റിക്? യെസ്, നമ്മൾ വീടുകളിലെ ഇലക്ട്രിക് സർക്യൂട്ടാട്ടോ ഇവിടെ പറയുന്നത്. സോ ദർ ആർ 3 kinds ഓഫ് വയേഴ്സ് യൂസ്ഡ്. 3 തരത്തിലുള്ള വയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അറിയാതെ ഏതൊക്കെയാണ്? ഏതൊക്കെ വയറാ? നമ്മൾ സദാ കേൾക്കാറില്ല. ഏതൊക്കെ നമുക്ക് ലൈവ് വയർ, അതായത് പോസിറ്റീവും നെഗറ്റീവും, പിന്നെ നമ്മൾ എന്തും പറയാറുണ്ട്, ഒരു എർത്ത് വയറും പറയാറുണ്ട് അല്ലേ? അപ്പം എന്താണ് ഈ പോസിറ്റീവ്, അതായത് ലൈവ് വയർ എന്താണ്? അത് റെഡ് ഇൻസുലേഷൻ കവറാണ് ഉണ്ടാവുക. ഓക്കെ, വയേഴ്സ് എടുത്ത് നോക്കിയാൽ കാണാം, റെഡ് ഇൻസുലേഷൻ ആണെങ്കിൽ അത് പോസിറ്റീവാണ്. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ബ്ലാക്ക് ഇൻസുലേഷൻ ചെയ്തത് എന്താണ്? നെഗറ്റീവ്. മറക്കല്ലേ? റെഡ് ആണെങ്കിൽ പോസിറ്റീവ്, ബ്ലാക്ക് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പം നമ്മുടെ എർത്ത് വയർ എന്താണ്? ഗ്രീൻ കളറിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ വീടുകളിൽ വയറിങ് ചെയ്യുന്ന വീടുകളിലൊക്കെ നോക്കിയാൽ മതി, റെഡും ബ്ലാക്കും ഗ്രീനും കാണാം. റെഡ് ആണെങ്കിൽ പോസിറ്റീവ്, പിന്നെ ബ്ലാക്ക് ആണെങ്കിൽ നെഗറ്റീവ്. പിന്നെ നമ്മുടെ എർത്ത് വയറിൻ്റെ കളർ ഏതാ? ഗ്രീന്. ഓക്കെ, ഇത് നോക്കിക്കേ, എർത്ത് വയർ വിത്ത് ഗ്രീൻ ഇൻസുലേഷൻ കവർ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈവ് ആൻഡ് ന്യൂട്രൽ വയർ ഇൻ ഇന്ത്യ ഇസ് 220 വോൾട്ട്. അതായത് നമ്മളുടെ പോസിറ്റീവും ന്യൂട്രൽ വയറും തമ്മിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് 220 വോൾട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ മക്കൾ, എന്താണ് എർത്ത് വയർ എന്നൊന്നും കൂടി പറയാം. നോക്ക്, പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഇലക്ട്രിക് ഷോക്ക്. അതിനാണ് നമ്മൾ എർത്ത് വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുമാര് എർത്ത് വയർ. ആൻഡ് ഇൻ കേസ് ഓഫ് ലീക്കേജ് ഓഫ് കറണ്ട് എസ്പെഷ്യലി ഇൻ മെറ്റാലിക് ബോഡി അപ്ലയൻസസ്. അത് ചില സമയത്ത് നമുക്ക് ഓരോ എന്താ പറയുക, ഒരു ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ തൊട്ട് ചിലപ്പോൾ ഷോക്ക് അനുഭവപ്പെടും അല്ലേ? ആ ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഷോക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മൾ എർത്ത് വയർ. ഇറ്റ് പ്രൊവൈഡ്സ് എ ലോ റെസിസ്റ്റൻറ്റ് പാത്ത്
ഫോർ കറന്റ് ഇൻ കേസ് ഓഫ് ലീക്കേജ്. അങ്ങനെ ഒരു ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാക്കും, അതൊരു ചെറിയ തരത്തിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഇനി എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് നോക്കാം. എന്താണ്? വെൻ ലൈവ് വയർ കംസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ന്യൂട്രൽ വയർ. നമ്മൾ ലൈവ് വയർ, അതായത് പോസിറ്റീവ് വയർ ന്യൂട്രൽ വയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും കേട്ടോ. അത് എപ്പോഴും വരുന്നില്ല, ബട്ട് ആക്സിഡൻ്റലി അങ്ങനെ വന്നാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ബിക്കംസ് ലോ വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ ഓവർലോഡിങ്. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻറ്റ് കുറവായതുകൊണ്ട് തന്നെ അവിടെ ഓവർലോഡിങ് ഉണ്ടാവും, ഓവർ കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് വരുന്നത്. എന്താണ് ഓവർലോഡിങ്? വെൻ കറണ്ട് ഡ്രോൺ എസ് മോർ ദാൻ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. ആ ഒരു ക്യാരിങ് കപ്പാസിറ്റിനായിട്ട് കൂടുതൽ കറണ്ട് വരാം. ഓക്കെ, ഓഫ് എ കണ്ടക്ടർ ഇറ്റ് റിസൾട്ട് ഇൻ ഓവർലോഡിങ്. ഓക്കെ ആണല്ലോ, സിമ്പിളാണ്. എല്ലാ ടേംസും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ മക്കൾ, ഇനി അടുത്ത് നോക്കിക്കേ. അടുത്ത് നമ്മൾ വർക്ക്. എന്താണ് ഈ വർക്ക്? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ. ദ വർക്ക് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം എന്താണ് വൺ ഒബ്ജക്റ്റ് ടു അനദർ ത്രൂ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അല്ലേ, നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി ട്രാൻസ്മിഷൻ നടക്കും. ട്രാൻസ്ഫർ നടക്കും, എനർജി ട്രാൻസ്ഫർ ചെയ്യും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. അതാണ് ഈ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സ്കേലാർ ക്വാണ്ടിറ്റി. വർക്ക് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ നമ്മൾ വർക്ക് മെഷർ ചെയ്യുന്ന ജൂളിലാണ്, മറക്കരുത്. വർക്ക് ഈസ് മെഷേർഡ് ഇൻ ജൂൾസ്, അതായത് ജെ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. പുഷിങ് കാർ അപ് ടു ഹിൽ. നമ്മളൊരു ഹില്ലിൻ്റെ മേലെ ഇങ്ങനെ കാർ ഇങ്ങനെ പുഷ് ചെയ്ത് പോണത് എന്താണ്? അതൊരു വർക്കിന് എക്സാമ്പിളാണ്. പിന്നെ അതേമാതിരി തന്നെ ലിഫ്റ്റിംഗ് എ ബുക്ക് ഫ്രം ദ ഫ്ലോർ ടു എ ടേബിൾ. നമ്മളിപ്പോൾ ഒരുപാട് അട്ടി ബുക്ക്, ഒരു ബുക്കല്ല ഒരേ അട്ടികൾ ബുക്ക് എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ പിടിച്ചിട്ട് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. അവിടെയൊക്കെ വർക്കാണ് നടക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ വർക്കിൻ്റെ ഫോർമുല എന്താണ്? W=F×D cos θ. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ ആണല്ലോ. ഈ ഒരു ഇക്വേഷൻ പഠിച്ച് വെക്കണം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. സോ പഠിച്ച് വെക്കുക. W=F×D ഇൻറ്റു കോസ് തീറ്റ. അതായത് F ഫോഴ്സ് ആണ്, D ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ. കണ്ടീഷൻസ് ഫോർ വർക്ക് ടു ബി ഡൺ. എങ്ങനെയൊക്കെയാണ് വർക്ക് നടക്കേണ്ടത് എന്നുള്ള കണ്ടീഷൻസാണ് കൊടുക്കുന്നത്. നോക്കിക്കേ. ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈ ടു എൻ ഒബ്ജക്റ്റ്. അല്ലേ, വർക്ക് നടക്കണേ നമ്മൾ ഫോഴ്സ് കൊടുക്കണ്ടേ, എന്നാലേ അവിടെ വർക്ക് നടക്കുള്ളൂ. ആൻഡ് ദ ഫോഴ്സ് മസ്റ്റ് കോസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് കൊടുത്താൽ മാത്രം പോരാ, അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം, അല്ലേ, ഓഫ് ദ ഒബ്ജക്റ്റ്. പിന്നെ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മസ്റ്റ് ബി ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഡയറക്ഷൻ തന്നെ അവിടെ ഒരു മൂവ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് കേട്ടോ. ഇനി പല ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട്. എന്താ നോക്കി നോക്കാം. പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യാണ്, ഫോഴ്സ് നടക്കുക. ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുക. അതാണ് പോസിറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്ക് ആണെങ്കിലോ നേരെ തിരിച്ചിട്ട് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫോഴ്സ് ഉണ്ടാകുന്നത്. അതാണ് നെഗറ്റീവ് വർക്ക്. ഇനി എന്താ സീറോ വർക്ക്? വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തിന്? ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിന്. ഓക്കെ, വർക്ക് ഡൺ ചെയ്യുന്നത് എന്തായിരിക്കും? ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോഴാണ് എന്താവുക? സീറോ വർക്ക് ആവുന്നത്. ഓക്കെ, എല്ലാവരും കണക്ഷൻ നോക്കി വെക്കാം കേട്ടോ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എല്ലാവരും കണക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് പറയുന്നത്. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നോക്കുക. വർക്ക് ഡൺ ബൈ ഡിഫറെൻറ്റ് ഫോഴ്സസ്. ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താ? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി ഫ്രിക്ഷൻ ആണെങ്കിലോ, നമ്മുടെ ഫ്രിക്ഷൻ വഴി ഉണ്ടാകുന്ന വർക്ക്, ഫ്രിക്ഷണൽ ഫോഴ്സ് വഴി നടക്കുന്ന വർക്കിനെ നമ്മൾ ഫ്രിക്ഷണൽ വർക്ക് എന്ന് പറയും. ഇനി നോർമൽ ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? വർക്ക് ഡൺ ബൈ ദ നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് വഴി വർക്ക് ഡൺ നടക്കുകയാണെങ്കിൽ അത് എന്താണ്? നോർമൽ ഫോഴ്സ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്തത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു W= നമ്മൾ എന്താ പഠിച്ച ഓർമ്മ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നോക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ്? W= വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് തീറ്റ അല്ലേ. അതായത് F×D കോസ് തീറ്റ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ ഫോഴ്സ് ഓഫ് 10 Newton ഈസ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്റ്റ് കോസിങ് ഇറ്റ് ടു മൂവ് 5 meter ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. കാൽക്കുലേറ്റ് ദ വർക്ക്. കറക്റ്റ് നമുക്ക് എഫും ഡിയും ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞത്?
വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞത് എഫ്, നമുക്കറിയാം എഫ് ഡി കോസ് തീറ്റ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, എഫ് എന്ന് പറഞ്ഞത് എന്താണ് 10 Newton ആണ് അല്ലേ. ഫോഴ്സ് എന്ന് പറഞ്ഞത് 10 ആണ്. അത് നമ്മളിവിടെ കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അവിടെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ 5 അല്ലേ. സോ 10 × 5. പിന്നെ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇത് അതേ ഡയറക്ഷനിലാണ്, അതുകൊണ്ട് അത് 0 ഡിഗ്രി ആയിരിക്കും കേട്ടോ. സെയിം ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് 0 ഡിഗ്രി ആണ്. പിന്നെ അത് അതിൻ്റെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് 90 ഡിഗ്രി വരും. ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും 180 ഡിഗ്രിയാണ് വരിക. സോ ഇത് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 0 മതി. സോ അതെന്തായി മാറിയും 10 × 5 ചെയ്താൽ മതി. സോ നമുക്ക് 50 ജൂൾ എന്ന് കിട്ടി. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത നോക്കിക്കേ, എന്താണ് പവർ? പവർ എന്താണ് നോക്കി നോക്ക്. പവർ ഈസ് ദ റേറ്റ്, അതൊരു റേറ്റ് ആണ്, അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. അതായത് നമ്മൾ എവിടെയാണ് വർക്ക് ഡൺ ചെയ്യുന്നതിൻ്റെ ഒരു റേറ്റാണ് ഈ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് പവർ. അതേമാതിരി തന്നെ അത് മെഷർ ചെയ്യുന്നത് നമ്മൾ വാട്ട്സിലാണ് കേട്ടോ. ഡബ്ല്യു വാട്ട്സിലാണ് നമ്മൾ പവർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നോക്കിക്കേ, പവർ ഈക്വൽസ് ടു വർക്ക് ബൈ ടൈം. അതായത് P = W/T ആണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി 1 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1 ജൂൾ പെർ സെക്കൻഡ് ആണ് 1 വാട്ട് എന്ന് പറഞ്ഞാൽ. അത് നോക്കി വെക്കാം കേട്ടോ. 1 വാട്ട് എന്ന് പറഞ്ഞാൽ 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. നോട്ട് ചെയ്ത് വെക്കാൻ മറക്കല്ല കേട്ടോ. എന്താണ് പവർ എന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ടൈപ്സ് ഓഫ് പവർ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ പവർ. എന്താണ് മെക്കാനിക്കൽ പവർ? പവർ ഓഫ് എ മെഷീൻ ഓർ എൻജിൻ അല്ലേ. ഒരു മെഷീൻ്റെയോ അല്ലെങ്കിൽ ഒരു എൻജിൻ്റെയോ ആ ഒരു പവർ ആണെന്ത്, അതായത് ആ വർക്ക് ഡൺ ചെയ്യാനുള്ള ആ ഒരു റേറ്റ് ആണെന്ത് നമ്മുടെ മെക്കാനിക്കൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പവർ എന്തായിരിക്കും നോക്കുക, എന്താണ്? പവർ ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പവറാണ് ഇലക്ട്രിക്കൽ പവർ. ഇനി എന്താ തെർമൽ പവർ? ദ പവർ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിൽ ഉണ്ടാവുന്ന ആ ഒരു പവറിനെ നമ്മൾ തെർമൽ പവർ എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കിക്കേ. ലൈറ്റ് ബൾബ് കൺസ്യൂമിങ് 100 watts ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അത് അതിനൊരു എക്സാമ്പിളാണ്. റീഡ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ പവറും എനർജിയും. എന്താണ് പവറും എനർജി നോക്കാം. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് ട്രാൻസ്ഫർ. നമ്മൾ നേരത്തെ വായിച്ചില്ലേ, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ആ ഒരു റേറ്റ് ആണ് പവർ. ആൻഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് എനർജി. ഓക്കെ, അതിൻ്റെ ഒരു കണക്ഷൻ നോക്കണേ. പവറും വർക്കും എനർജിയും തമ്മിലൊരു കണക്ഷനാണ് കേട്ടോ നോക്കേണ്ടത്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. പിന്നെ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കണക്കാക്കുക? ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് എന്ത് നമ്മുടെ എനർജി. ഓക്കെ അല്ലേ? നോക്ക്, ഇവരുടെ റിലേഷൻ നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ പവറും എനർജിയും തമ്മിലുള്ള റിലേഷൻ. അതായത് പവർ കാണാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എനർജി ബൈ ടൈം ചെയ്താൽ മതി. അതായത് E = P × T. അതായത് നമുക്ക് എനർജി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടിയും ചെയ്താൽ മതി. അതായത് ഇപ്പോൾ നോക്കിക്കേ, P = ഇവിടെ എന്താണ്? E/T ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. E × T അല്ലേ, E/T. അതായത് എനർജി ബൈ ടൈം. നമുക്ക് ഇവിടെ എനർജി കാണുന്നുണ്ടെയും ഈ ടൈം ഇങ്ങോട്ട് കൊടുത്താൽ മതി, × T വരും. അതാണ് ഇവിടെ പറഞ്ഞത്. E = P × T. പവർ × ടൈമാണ് എനർജി. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. നമ്മുടെ പവർ കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു മിനിറ്റ് നോക്കിക്കേ. പവറിൻ്റെ യൂണിറ്റ് എന്താ? എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുക? വാട്ട്സിൽ കേട്ടോ, മറക്കരുത്. നോക്കിക്കേ, എ മെഷീൻ ഡാസ് 1000 ജൂൾ ഓഫ് വർക്ക് ഇൻ 10 seconds. ഓക്കെ, ഒരു മെഷീൻ 1000 ജൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എത്രയാ? 10 സെക്കൻഡിൽ. അതിൻ്റെ പവർ നമുക്ക് നോക്കാം. പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം W/T. സോ 1000 ജൂൾ ബൈ 10 seconds. അപ്പോൾ നമുക്ക് എത്ര വാട്ട് കിട്ടും? 100 വാട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ആൻ ഇലക്ട്രിക് ബൾബ് കൺസ്യൂം 100 watt. നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇലക്ട്രിക് ബൾബ് കൺസ്യൂം 100 watt ഓഫ് പവർ. ആൻഡ് കാൽക്കുലേറ്റ്. നമ്മളിവിടെ എനർജിയാണ് നോക്കേണ്ടത്. അത് 1 hour ഉണ്ട്. എനർജി എത്രയാണ്? അപ്പോൾ നമുക്ക് E = P × T ആണെന്ന് അറിയാം. പവർ എന്താണ്? 100 watt ആണ്. അതുമാതിരി തന്നെ നമ്മളുടെ 1 hour ഇവിടെ നമ്മൾ എന്താക്കണം എന്നറിയാം? കൺവേർട്ട് ചെയ്യണം. എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടേ? സെക്കൻഡിലേക്ക്. സോ 1 hour എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണ്. അത് അറിയാലോ അല്ലേ?
സോ അത് തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും ജൂൾ കിട്ടും, 3,60,000 ജൂൾ കിട്ടും. അതാണ് എനർജി. ഓക്കെ അല്ലേ? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ മോഡൽസ് കൂടുതൽ ചെയ്യുക, ഇതിൻ്റെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക, അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. നെക്സ്റ്റ് നോക്കിക്കുക, എന്താണ് എനർജി? എനർജിയിൽ തന്നെ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഉണ്ട്, നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഉണ്ട് അല്ലേ? ഈ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്താ നമുക്ക് നോക്കി നോക്കാം. എന്താണ്? ഫസ്റ്റ് തന്നെ സോളാർ എനർജി. സോളാർ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഫ്രം ദ സൺസ് റേസ് അല്ലേ? സണ്ണിൻ്റെ റേയിൽ നിന്നുണ്ടാകുന്ന എനർജിയാണ് സോളാർ എനർജി. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ, ഒരുപാടുണ്ട്. അത് അമ്മാതിരി ക്ലീൻ ആണ്, റിന്യൂവബിൾ ആണ് അല്ലേ, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ മാത്രം അതുണ്ടാവും. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻ്റർമിറ്റൻ്റ് ആണ്, അതുമാതിരി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ നമ്മുടെ വിൻഡ് എനർജി. അതെന്തായിരിക്കും? വിൻഡിൽ നിന്നുള്ള എനർജിയാണ് വിൻഡ് എനർജി. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് അത് ഇതേമാതിരി തന്നെ അബണ്ടൻ്റ് ആണ്, ക്ലീൻ ആണ്, അതേമാതിരി തന്നെ റിന്യൂവബിൾ ആണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതേപോലെ തന്നെ ഇൻ്റർമിറ്റൻ്റ്, ഭയങ്കര നോയ്സി, അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ് കേട്ടോ. അത് ഓക്കെ അല്ലേ? ഫസ്റ്റ് സോളാർ, പിന്നെ വിൻഡ് എനർജി. ഇനി അടുത്തത് എന്താ നോക്കാം നമുക്ക്. അടുത്ത നോക്കിക്കാൻ നമ്മൾ ഹൈഡ്രോ എനർജി. ഹൈഡ്രോ എനർജി എന്താ? യെസ്, എനർജി ഫ്രം വാട്ടർ എന്നുള്ള എനർജി ഹൈഡ്രോ എനർജി. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? അബണ്ടൻ്റ് ആണ്, ക്ലീൻ ആണ്, പിന്നെ റിന്യൂവബിൾ ആണ്. ആൻഡ് പിന്നെ ഡിസഡ്വാൻറ്റേജോ? അത് നമ്മൾ വാട്ടറിനനുസരിച്ചിട്ടേ അതിൻ്റെ എനർജി നമുക്ക് കിട്ടുകയുള്ളൂ. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിനനുസരിച്ചിട്ടായിരിക്കും അവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ജിയോ തെർമൽ എനർജി. അതായത് നമ്മളുടെ എർത്തിൻ്റെ ഹീറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ജിയോ തെർമൽ, ദ എനർജി ഫ്രം ദ എർത്ത്സ് ഹീറ്റ്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? സെയിം, അബണ്ടൻ്റ് ആണ്, ക്ലീൻ ആണ്, റിന്യൂവബിൾ ആണ്. ഡിസഡ്വാൻറ്റേജോ? അതാകെ കുറച്ച് അല്ലേ, ലിമിറ്റഡ് അവൈലബിലിറ്റി ആണ്. ഓക്കെ, ഇനി നമ്മുടെ ബയോമാസ് എനർജി. ബയോമാസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഫ്രം ഓർഗാനിക് മാറ്റർ കേട്ടോ. എനർജി ഫ്രം ഓർഗാനിക് മാറ്റർ ആണ് എന്ത്? യെസ്, ബയോമാസ് എനർജി. അതിൻ്റെ അഡ്വാൻറ്റേജ് അബണ്ടൻ്റ് ആണ്, ക്ലീൻ ആണ്, റിന്യൂവബിൾ ആണ്. ആൻഡ് പിന്നെ ഡിസഡ്വാൻറ്റേജോ? ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചറൽ വേസ്റ്റ്. എത്രത്തോളം അഗ്രികൾച്ചറൽ വേസ്റ്റ് ഉണ്ടോ അതിൽ നിന്ന് എടുക്കുന്ന എനർജിയാണ് നമ്മളുടെ ഈ ഒരു ബയോമാസ് എനർജി. അതായത് ഓർഗാനിക് മാറ്ററിൽ നിന്ന് കിട്ടുന്നതല്ലേ. ഓക്കെ ആണല്ലോ ഇത്രയും എനർജീസ്. ഇനി അടുത്ത നോക്ക്, ഇനി എന്തൊക്കെ നോൺ റിന്യൂവബിൾ എനർജി. അതായത് നമ്മളത് ഈ നോൺ റിന്യൂവബിൾ എനർജീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലേ. വെറുതെ അങ്ങോട്ട് കുറേ യൂസ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ലിമിറ്റഡ് ആണ്. അതിന് ഫസ്റ്റ് വൺ ഈസ് കോൾ അല്ലേ. കോൾ നോക്കിക്കേ, അതൊരു ഫോസിൽ ഫ്യൂവൽ ദാറ്റ് യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അത് അബണ്ടൻ്റ് ആണ്, അഫോർഡബിളും ആണ്. പക്ഷേ എന്താണ്? അത് പൊല്യൂട്ടിങ് ചെയ്യും. ഓക്കെ, അത്ര നല്ലതൊന്നല്ല യൂസ് ചെയ്യുന്നത്, പൊല്യൂഷൻ ഉണ്ടാക്കും. പിന്നെ ഫൈനൈറ്റ് റിസോഴ്സും ആണ്, അത് ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരളവുണ്ട്. ഇനി നെക്സ്റ്റ് പെട്രോളിയം. അതേപോലെ തന്നെ ഒരു ഫോസിൽ ഫ്യൂവലാണ്, യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷനും മെത്തൻ ആൻഡ് എനർജി. ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലേ പെട്രോൾ. നമ്മൾ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്നില്ലേ? അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് അബണ്ടൻ്റ് ആണ്, അഫോർഡബിൾ ആണ്. പക്ഷേ അതിന് ഡിസഡ്വാൻറ്റേജ് എന്താ? ഇതേപോലെ അത് പൊല്യൂട്ടിങ് ആണ്. ഓക്കെ, അതേമാതിരി തന്നെ ഫൈനൈറ്റ് റിസോഴ്സ് ആണ്, ഒരുപാടൊന്നും ഇല്ല. ഒരുപാട് നമ്മൾ യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? പൊല്യൂഷനും ഉണ്ടാക്കും അത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കുക, നമ്മളുടെ നാച്ചുറൽ ഗ്യാസ്. അതും ഒരു ഫോസിൽ ഫ്യൂവൽ ദാറ്റ് യൂസ്ഡ് ഫോർ എനർജി ആൻഡ് ഹീറ്റിംഗ്. ഇതിന് യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ നാച്ചുറൽ ഗ്യാസ്. അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കിക്കേ, അബണ്ടൻ്റ് ആണ്, അഫോർഡബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജോ? പൊല്യൂട്ട് ഉണ്ടായിരിക്കും ആൻഡ് ഫൈനൈറ്റ് സോഴ്സ് ആണ്, ഒരുപാടില്ല അല്ലേ. മറ്റേ ന്യൂക്ലിയർ എനർജി. എന്താ ന്യൂക്ലിയർ? നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസിൽ നിന്നുണ്ടാവുന്നതാണ് ഈ ന്യൂക്ലിയർ എനർജി. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതേപോലെ തന്നെ അബണ്ടൻ്റ് ആണ്, അത് ക്ലീൻ ആണ്. ആൻഡ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ ഹസാർഡസ് വേസ്റ്റും അതിലുണ്ടാവും. ഓക്കെ, സോ ഇത്രയും നോക്കാം. ഇത്രയും എന്താണ്? നമ്മുടെ നോൺ റിന്യൂവബിൾ എനർജീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ബാക്കിയുള്ള അതർ സോഴ്സസ് ഓഫ് എനർജി എന്താക്കാന്ന് നോക്കുക. എന്താണ്? ടൈഡൽ എനർജി. എന്താ ഈ ടൈഡൽ എനർജി? നോക്കി നോക്കുക, എനർജി ഫ്രം ഓഷ്യൻ ടൈഡ്സിൽ നിന്നുള്ളതാണ് ടൈഡൽ എനർജി. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അത് അബണ്ടൻ്റ് ആണ്, ക്ലീൻ ആണ്, റിന്യൂവബിൾ ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതിന് ലിമിറ്റഡ് അവൈലബിലിറ്റി മാത്രമേ ഉള്ളൂ അല്ലേ. നോക്ക്, വേവ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ്, അതായത് വേവിൽ നിന്ന്, ഓഷ്യൻ്റെ വേവിൽ നിന്നും കിട്ടുന്ന എനർജിയാണ് എന്ത്? യെസ്, വേവ് എനർജി. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അത് അബണ്ടൻ്റ് ആണ്, ക്ലീൻ ആണ്, റിന്യൂവബിൾ ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, എന്താണ്? അത് ലിമിറ്റഡ് അവൈലബിലിറ്റിയേ ഉള്ളൂ അല്ലേ.
ആൻഡ് ബയോഫ്യൂവൽസ്. എന്താണ് ബയോഫ്യൂവൽസ്? ദ എനർജി ഫ്രം ഓർഗാനിക് മാറ്റർ, അതാണ് ബയോഫ്യൂവൽസ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഇതന്നെ, അബൻഡൻ്റ് ആണ്, ക്ലീൻ ആണ്, റിന്യൂവബിൾ ആണ്. ഡിസഡ്വാൻറ്റേജ് നോക്കിക്കേ, ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചറൽ വേസ്റ്റ്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബയോഫ്യൂവൽസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ എനർജി സോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക. എന്തൊക്കെയാണ്? എനർജി സെക്യൂരിറ്റി, അതായത് അതെന്താ ചെയ്യുക, ഇറ്റ്സ് എൻഷുവേഴ്സ് ദ അവൈലബിലിറ്റി ഓഫ് എനർജി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. അല്ലേ, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളവർ മാത്രം ഈ എനർജി നമുക്ക് തോന്നിമാര് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ ഫ്യൂച്ചറിലേക്ക് കരുതി വെക്കണ്ടേ? അതിനുള്ള ഒരാളാണ് എനർജി സെക്യൂരിറ്റി. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അതെന്താണ്? റിഡ്യൂസസ് പൊല്യൂഷനും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ കുറയ്ക്കുക അവിടെ, അല്ലേ. അതിൻ്റെ അടുത്ത് നോക്കി, എന്താണ് എക്കണോമിക് ഗ്രോത്ത്? അതെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും അതുമാതിരി ജോബ് ക്രിയേഷൻസിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. നോക്ക്, കൺസർവേഷൻ ഓഫ് എനർജി. എങ്ങനെയാണ് നമ്മൾ എനർജി കൺസേർവ് ചെയ്യുക? നോക്കി നോക്ക്, റിഡ്യൂസ് എനർജി, എന്ത് ചെയ്യണം, കൺസംഷൻ, അല്ലേ. നമ്മൾ എനർജി യൂസ് ചെയ്യുന്നതൊന്ന് കുറയ്ക്കുക, നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ആൻഡ് യൂസ് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് ആൻഡ് ടേൺ ഓഫ് ലൈറ്റ്സ്. ഇപ്പം നമ്മൾ വെറുതെ, ഇപ്പം നമ്മളിപ്പോൾ ലൈറ്റ് ഇട്ടു, നമുക്കിപ്പോൾ ലൈറ്റ് വേണം, നമ്മളിപ്പോൾ പഠിക്കാനിരുന്നു രാത്രി, നമുക്ക് ലൈറ്റ് വേണം, അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഈ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും അപ്പോഴും ആ ലൈറ്റ് അവിടെ ഓൺ ആയിരിക്കും. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല റൂമിൽ. അപ്പോൾ ആ ലൈറ്റ് ഒന്ന് ഓഫാക്കി പോയിക്കൂടെ? അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ എനർജീസ് യൂസ് ചെയ്യുക. അവിടെ ലൂസ് ആവാണല്ലേ, അവിടെ നമ്മൾ ഇലക്ട്രിക് എനർജി ലൂസ് ആവാണ് അവിടെ. ഓക്കെ, നോക്കിക്കേ, ഇനി യൂസ് റിന്യൂവബിൾ എനർജീസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അതായത് ഇൻവെസ്റ്റ് ഇൻ സോളാർ എനർജി, വിൻഡ് ആൻഡ് ഹൈഡ്രോ എനർജി, ഇതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്. അതെന്തൊക്കെയാണ്? നമ്മൾ പ്രൊട്ടക്റ്റ്, വാട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ലാൻഡ്, ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റിസോഴ്സസ്, വാട്ടർ, ലാൻഡ് ആൻഡ് എയർ റിസോഴ്സസിനൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത് നോക്കടാ, സൗണ്ട്. എന്താണ് ഈ സൗണ്ട്? എന്താ സൗണ്ട്? അതായത് എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എനർജി വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വൈബ്രേഷൻസ്, അല്ലേ. വൈബ്രേഷൻസിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് സൗണ്ട്. ദാറ്റ് റീച്ചസ് ഇൻ ടു അവർ ഇയേഴ്സ്, അതാണ് സൗണ്ട്. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് എന്താ? വെൻ സൗണ്ട് സ്ട്രൈക്സ് ഓൺ എ റിജിഡ് സർഫേസ് ലൈക്ക് എ വാൾ ഇറ്റ് ബൗൺസസ് ബാക്ക്, അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു റിജിഡ് സർഫേസ്, ഒരു വാളിൽ തട്ടിയാൽ അത് തിരിച്ച് ബാക്കോട്ടേക്ക് തിരിച്ച് തന്നെ വരും അത്. ആൻഡ് ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ്. അതാണ് എന്ത്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ്. ഓക്കെ അല്ലേ, നോട്ട് ചെയ്യണേ. നോക്കണം മക്കളെ, അടുത്തതാണ് എക്കോ. എക്കോ എന്താ അറിയില്ലേ? നമ്മളെ സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ. ദ സൗണ്ട് ഹിയർഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം എ ഡിസ്റ്റൻറ്റ് ലാർജ് റിജിഡ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ആൻ എക്കോ. അതായത് വീണ്ടും വീണ്ടും ആവർത്തിച്ച സൗണ്ട് കേൾക്കുക, അതാണ് എക്കോ. അത്രയേ ഉള്ളൂ. ആൻഡ് യൂഷ്വലി ഓക്കേഴ്സ് ഇൻ ഹില്ലി ഏരിയാസിൽ. നമ്മളിപ്പോൾ എല്ലായിടത്തും പോയി സംസാരിച്ച് എക്കോ ഉണ്ടാവോ? ഇല്ല. അത് യൂഷ്വലി ഉണ്ടാവുന്നത് ഹില്ലി ഏരിയാസിലും അതേമാതിരി തന്നെ ഒരുപാട് നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ അവിടെ നമുക്ക് എക്കോ കിട്ടും. അതുമാതിരി തന്നെ റൂംസിലൊക്കെ നമുക്ക് എന്താണ്, ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ് കേട്ടോ. അവിടെ എന്ത് ചെയ്യും, നമുക്ക് എക്കോ അടിക്കും, അല്ലേ. സോ അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി എന്താണ് റിവർബറേഷൻ നോക്കിയൊക്കെ നമുക്ക് എന്താണ്? ദ സൗണ്ട് ഹിയർഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വെൻ ദ റിജിഡ് ഒബ്ജെക്ട് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് not more than 17 meters is called reverberation. ഓക്കെ, എന്താ നോക്കിയോ കേട്ടോ, അതെന്താ ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അതെന്താന്ന് ജസ്റ്റ്. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് എന്താണ് ടൈപ്സ് ഓഫ് വേവ്? നമുക്ക് 2 ടൈപ്സ് ഓഫ് വേവ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെയുള്ള വേവ്സ്, ഇങ്ങനെയുള്ള സൗണ്ട് വേവ്സിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ക്രസ്റ്റും റഫും ഒക്കെ ഉള്ള വേവാണ് എന്ത്, ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ അല്ലേ. നോക്കിക്കേ, ബോത്ത് ഓഫ് ദം ആർ ഡിഫറൻഷിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ മീഡിയം. ഇവർ രണ്ടുപേരും തിരിച്ചിരിക്കുന്നത് എന്താ, ഒരു ബേസ്, മീഡിയത്തിൻ്റെ ആ ഒരു ബേസിലാണ് ഇവർ തിരിച്ചേക്കുന്നത്. ഓഫ് പ്രൊപ്പഗേഷൻ ആൻഡ് ദ വേ ദേ ഫ്ലോ ഓൺ ദ റെസ്പെക്റ്റീവ് മീഡിയം. അതായത് അവർ ഏത് ഭാഗത്തേക്കാണോ അവരുടെ മീഡിയം അനുസരിച്ച് അവർ ഓരോ ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക, അല്ലേ. അതിനനുസരിച്ചിട്ടാണ് ഇവരെ നമ്മൾ തിരിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ. 2 വേവ് ഏതാണ്, അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചോ. ഓക്കെ മക്കൾ, അടുത്ത് നോക്കി, എന്താണ് റെസോണൻസ്? റെസോണൻസ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നോക്കുക. റെസോണൻസ് പറഞ്ഞാൽ
റെസോണൻസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഫോഴ്സ് വൈബ്രേഷൻ. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണ്, ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ഫോഴ്സ് വൈബ്രേഷൻ ആണ് റെസോണൻസ് ഓഫ് ദിസ്. എപ്പോഴാണ് റെസോണൻസ് ഉണ്ടാവുന്നത്? വെൻ ദ ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് വൈബ്രേഷൻസ് എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്ത വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി ആർക്ക് മാച്ച് ചെയ്യാണ്, എന്തിന്, ദ നേച്ചർ ഓഫ് ദ വൈബ്രേഷൻ ഓഫ് ദ ബോഡി. ആ ബോഡിയുടെ നേച്ചർ ഓഫ് വൈബ്രേഷന് അതെന്ത് ചെയ്യാണ്, മാച്ച് ആവാണ്. ദ ബോഡി പിക്സ് അപ്പ് ദ അപ്ലൈഡ് വൈബ്രേഷൻസ്. അപ്പോൾ ആ ബോഡി എന്ത് ചെയ്യും, അപ്ലൈ ചെയ്തിട്ട് വൈബ്രേഷൻ പിക്ക് ചെയ്യും ആൻഡ് അതും കൂടി വൈബ്രേറ്റ് ചെയ്യും വിത്ത് ഇൻക്രീസ്ഡ് ആംപ്ലിറ്റ്യൂഡിൽ. ആംപ്ലിറ്റ്യൂഡ് മനസ്സിലാവില്ല, ആ ഇൻക്രീസ് ആംപ്ലിറ്റ്യൂഡിൽ അത് വൈബ്രേറ്റ് ചെയ്യും. അതാണ് റെസോണൻസ്. ഓക്കെ അല്ലേ? കറക്റ്റ് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കട്ടെ, എന്താ റെസോണൻസിൽ. ഇനി എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്? നമുക്കറിയാം അല്ലേ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, നമ്മുടെ പിച്ച്, ക്വാളിറ്റി, പിന്നെ ലൗഡ്നെസ്, ഇതൊക്കെ നമ്മുടെ സൗണ്ടിൻ്റെ ക്യാരക്ടേഴ്സാണ്. ആർ ദ 3 ക്യാരക്ടേഴ്സ് ഓഫ് സൗണ്ട്. നോക്കി നോക്കെ, ഏതൊക്കെയാണ്? പിച്ചും, ക്വാളിറ്റിയും, ലൗഡ്നെസ്സും. ഓക്കെ, ഇനി നമ്മൾ ഫോഴ്സ്. എന്തായി ഫോഴ്സ് അല്ലേ? ഫോഴ്സൊക്കെ നമ്മൾ എന്താണ് 8ാം ക്ലാസ്സിനേ പഠിച്ച് കേട്ട് വരുന്നത് നമ്മൾ ഈ ഫോഴ്സ് അല്ലേ. എന്താ ഫോഴ്സ്? ഇതെന്താണ്, ഇതൊരു പുഷ് ഓർ പുൾ അല്ലേ. ഫോഴ്സ് ഇസ് എ പുഷ് ഓർ പുൾ ദാറ്റ് കോസസ് എൻ ഒബ്ജെക്ട് ടു ചേഞ്ച് ഇറ്റ്സ് മോഷൻ. ഇപ്പം നമ്മളൊരു പുഷോ പുള്ളോ കൊടുത്താൽ ഒരു ഒബ്ജക്റ്റിന് ആ ഒരു മോഷനിലുണ്ടാകുന്ന വ്യത്യാസമാണ് എന്ത്, അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, മറക്കല്ല. നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അത് നമ്മൾ ന്യൂട്ടൺ ന്യൂട്ടണിലാണ് അത് മെഷർ ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഫോഴ്സസ് നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് ഫോഴ്സസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഒബ്ജക്റ്റ് വിത്ത് മാസ്. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നോട്ട് ചെയ്യാട്ടോ. ഇനി അടുത്ത നോക്കിക്കേ, ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താണ്? ദ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് മോഷൻ ബിറ്റ്വീൻ 2 സർഫേസസ് ഇൻ കോണ്ടാക്ട്. 2 സർഫേസസ് തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുണ്ട്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് എന്താണ്? ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സർഫേസ് ഓൺ എ ഒബ്ജക്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ്. ഒരു സർഫേസിൽ ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ ആ ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സാണ് നോർമൽ ഫോഴ്സ്. ഇനി എന്താണ് എയർ റെസിസ്റ്റൻസ്? നോക്കിക്കേ, ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് മോഷൻ ത്രൂ ദ എയർ, അതാണ് എയർ റെസിസ്റ്റൻസ്. ഈ ടെൻഷൻ ഫോഴ്സ് എന്താ? ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഓർ വയർ. അതായത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലോ അല്ലെങ്കിൽ വയറിലോ ഉണ്ടാവുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? റീഡ് ചെയ്യണേ. നെക്സ്റ്റ് നോക്കിക്കേ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ഏതാ? നമ്മൾ ജസ്റ്റ് അറിയാം. അതായത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോന് ഒരു പേര് കൂടി ഉണ്ടല്ലോ. യെസ്, ലോ ഓഫ് ഇനേഷ്യ അല്ലേ. നോക്കിക്കാൻ, ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ആ റെസ്റ്റിംഗ് പൊസിഷൻ തന്നെ അത് കീപ്പ് ചെയ്യുക. പിന്നെ എന്താണ് പറയുന്നത്, ഇഫ് ഒബ്ജക്റ്റ് അത് മോഷനിലാണെങ്കിൽ മോഷൻ തന്നെ അത് കീപ്പ് ചെയ്യുക. അതാണ് നമ്മളുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ഇപ്പം അത് എത്ര വരെ അത് കീപ്പ് ചെയ്യാതെ, ഇപ്പം വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യുന്നവരെ ആ ഒരു പൊസിഷൻ, ഇപ്പോൾ റെസ്റ്റ് കീപ്പ് ചെയ്യും, മോഷൻ കീപ്പ് ചെയ്യുന്ന, അതാണ് എന്ത്, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ കേട്ടോ. അതിലെന്താണ് ഇനേഷ്യ? എന്താണ് ഇനേഷ്യ? ഒരു ടെൻഡൻസിയാണ് അല്ലേ. എന്ത് ടെൻഡൻസിയാണ്? ഒരു ഒബ്ജക്റ്റിന് മോഷനിൽ നിന്നും, അതായത് ദ ടെൻഡൻസി ഓഫ് എൻ ഒബ്ജക്റ്റ് ടു റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ മോഷൻ, അതിൻ്റെ മോഷനിൽ മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്ന, ഒപ്പോസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടെൻഡൻസിയാണ് ഇനേഷ്യ. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഫോഴ്സ് ദാറ്റ് ഈസ് അപ്ലൈഡ് ടു എൻ ഒബ്ജക്റ്റ് ഫ്രം ഔട്ട്സൈഡ് അല്ലേ. പുറത്തു നിന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുവരുമ്പോഴാണ് എന്താ, ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അത് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫ്രിക്ഷന്, ഗ്രാവിറ്റി, പുഷർ, പുള്ളൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഒബ്ജക്റ്റ് മൂവിങ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഓക്കെ അല്ലേ? 3 ടേംസ് നോക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തത് ഓക്കെ, നമ്മൾ സെക്കൻഡ് ലോ എന്താണ്? F ഈസ് ഈക്വൽ ടു എം എ അല്ലേ. എന്താണ്? ഫോഴ്സ് അപ്ലൈഡ് ടു എൻ ഒബ്ജക്റ്റ് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു എം എ, മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് ആക്സിലറേഷൻ. അതാണ് എന്ത്? F ഈസ് ഈക്വൽ ടു എം എ. എഫ് എന്ന് പറഞ്ഞത് ഇവിടെ നെറ്റ് ഫോഴ്സ് ആണ്. പിന്നെ അത് നമ്മൾ ഫോഴ്സ് നമ്മൾ അളക്കുന്നത് എന്താ മെഷർ ചെയ്യുന്നത് ഏതിലാണ്? ന്യൂട്ടൺ, എന്നിലാണ് അല്ലേ. ആൻഡ് എം എന്ന് പറഞ്ഞത് മാസാണ്, എ എന്ന് പറഞ്ഞത് ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ മൊമെൻറ്റം. എന്താ ഈ മൊമെൻറ്റം? നോക്കി നോക്ക്, മൊമെൻറ്റം എന്ന് പറഞ്ഞത്, മൊമെൻറ്റം ഈസ് പ്രൊഡക്റ്റ് ഓഫ് ദ
ഒബ്ജക്റ്റ് മാസ് ആൻഡ് വെലോസിറ്റി. മൊമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസും വെലോസിറ്റിയും ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മൊമെൻ്റ് കിട്ടും. അതായത് പി എന്ന് പറഞ്ഞ മൊമെൻ്റാണ്, എം എന്ന് പറഞ്ഞ മാസാണ്, വി എന്ന് പറഞ്ഞ വെലോസിറ്റിയാണ്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞത്? പി ഈസ് ഈക്വൽ ടു എം വി. ഓക്കെ, എം വി. ഇനി അടുത്ത് നോക്കിക്കേ, നോട്ട് ചെയ്യട്ടോ. ഇപ്പം നമ്മൾ അത് വെച്ചിട്ട് ഒരു കണക്ക് ചെയ്ത് നോക്കുക, അതായത് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. നോക്കി നോക്ക്. എ കാർ ഓഫ് മാസ് 1000 kilogram is moving with a velocity of 20 meter per second. ഒരു കാർ പോകുന്നുണ്ട് കേട്ടോ. എത്ര അതിൻ്റെ വെയിറ്റ്? മാസ് 1000 kilogram ആണ്. നമ്മളിവിടെ മൊമെൻറ്റം കാണണം. എന്തായിരുന്നു? പി ഈസ് ഈക്വൽ ടു എം വി ആണ് അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം മാസ് 1000 ആണ്, വി എന്താണ്? 20 ആണ്. നമ്മൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? യെസ്, ഇറ്റ്സ് 20,000 അല്ലേ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് പ്രത്യേകം നോക്കണം. അതിൻ്റെ യൂണിറ്റ് 20,000 kilogram meter per second ആണ്. നമ്മളുടെ ന്യൂട്ടൻ്റെ തേർഡ് ലോ നോക്കാം നമുക്ക്. എന്താണ് തേർഡ് ലോ? യെസ്, എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇല്ലേ. നമ്മൾ പറയാം, ഇപ്പോൾ ഒരാൾ അടിച്ചാൽ തിരിച്ച് എന്തായാലും അവർ നിന്നെ അടിക്കൂലേ. അതന്നെ ന്യൂട്ടൻ്റെ ലോ, തേർഡ് ലോ. അതായത് F1 ഈസ് ഈക്വൽ ടു മൈനസ് F2. F1 എന്ന് പറഞ്ഞത് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് 2ലേക്ക് എക്സേർട്ട് ചെയ്യുക ഒബ്ജക്റ്റ് 1. അപ്പോൾ അതിന് തിരിച്ച് ഒബ്ജക്റ്റ് ടു തിരിച്ച് നൽകുന്ന ഫോഴ്സാണ് F2 മൈനസ് F2 എന്ന് പറയുന്നത് കേട്ടോ. ആ തിരിച്ച് വരുന്നത് കൊണ്ടാണ് മൈനസ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ ഓക്കേടാ. അടുത്ത നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. തേർഡ് ലോ ഉണ്ട് കേട്ടോ. വെൻ ടു ഒബ്ജക്റ്റ് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ദേ അപ്ലൈ ഫോഴ്സസ് അല്ലേ. രണ്ട് ഒബ്ജക്റ്റ് ഒരുമിച്ച് വരുമ്പോൾ അത് ഫോഴ്സസ് അപ്ലൈ ചെയ്യും ടു വൺ അനദർ. എന്താ? ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വൺ ഒബ്ജക്റ്റ് എന്താണ് ഓൺ അനദർ എന്തായിരിക്കും? ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു ദ ഫോഴ്സ്. പിന്നെ എക്സേർട്ടഡ് ബൈ ദ സെക്കൻഡ് ഒബ്ജക്റ്റ് ഓൺ ദ ഫസ്റ്റ്. അതായത് തിരിച്ച് ഫസ്റ്റ് ഇപ്പോൾ എത്രത്തോളം ഫോഴ്സ് ഇതിൽ അപ്ലൈ ചെയ്യുന്നു, തിരിച്ച് ഇവരയാളും എന്ത് ചെയ്യും? തിരിച്ച് അതേ ഫോഴ്സ് തന്നെ തിരിച്ച് അപ്ലൈ ചെയ്യൂലേ. അത്രയേ ഉള്ളൂ. ഇനി ദ ലോ അപ്ലൈസ് ടു ഓൾ ഇൻ്ററാക്ഷൻസ് ഇൻക്ലൂഡിങ് ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഫോഴ്സസിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ നോക്കാം. ദ 3 equation ഓഫ് മോഷൻ കൺസിഡറേഷൻ ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷനിൽ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോഴുള്ള നമ്മളുടെ കുറച്ചൊരു 3 ഇക്വേഷൻസ്. ഇത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്. നോക്കാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, സെക്കൻഡ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പിന്നെ തേർഡ് വൺ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമ്മൾ ക്വസ്റ്റ്യൻസിനനുസരിച്ചായിരിക്കണം നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. 3 ഇക്വേഷൻ പഠിക്കുക നന്നായിട്ട്. യെസ്, ടോർക്ക് അല്ലേ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താ ടോർക്ക്? ഇപ്പം ടോർക്ക് ഈസ് എ മെഷർ ഓഫ് ദ റൊട്ടേഷണൽ ഫോഴ്സ് ദാറ്റ് കോസസ് ആൻ ഒബ്ജക്റ്റ് ടു റൊട്ടേറ്റ്. ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൊട്ടേഷണൽ ഫോഴ്സിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ത്? ടോർക്ക് കേട്ടോ. ഈ ടൈപ്സ് ഓഫ് ടോർക്ക് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ടോർക്ക്. അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിൽക്കാൻ എത്രത്തോളം അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് എത്രത്തോളം ടോർക്ക് വേണോ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ടോർക്ക് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഡൈനാമിക് ടോർക്ക് ആണെങ്കിൽ നേരെ തിരിച്ച്. ദ ടോർക്ക് റിക്വയർഡ് ടു ആക്സിലറേറ്റ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരളവ്, ടോർക്കിൻ്റെ അളവാണ് എന്ത്? ഡൈനാമിക് ടോർക്ക്. ഇനി നോക്കിക്കഴിഞ്ഞ എക്സാമ്പിൾ നോക്കാം നമുക്ക്. എ സ്ക്രൂ ഡ്രൈവർ അപ്ലൈസ് എ ടോർക്ക് ടു സ്ക്രൂ ടു ടേൺ ഇറ്റ്. അത് നമ്മളിപ്പോൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ ചെയ്യില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? ഈ സ്ക്രൂ ഡ്രൈവർ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ. അതാണ് കേട്ടോ എക്സാമ്പിൾ നോക്കി വെക്കണേ. നെക്സ്റ്റ് നമ്മുടെ ഡിസ്റ്റൻസ്. എന്താണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ലെങ്ത് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് അല്ലേ. ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ടോട്ടൽ പാത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അത് നമ്മൾ മെഷർ ചെയ്യുന്ന എന്തിലാ? യെസ്, മീറ്ററിലാണ് അല്ലെങ്കിൽ കിലോമീറ്ററിലാണ്. പിന്നെ ഡിസ്റ്റൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോർമുല. നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടെന്നു പറഞ്ഞു നോക്കി നമ്മൾ പഠിച്ചതാ. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്താണ് സ്പീഡ് നോക്ക്. സ്പീഡ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് അവിടെ എന്ത് മാറ്റം ഉണ്ടാവും? ഡിസ്റ്റൻസിൽ അല്ലേ. ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന മാറ്റമാണ് എന്ത്? സ്പീഡ് എന്ന് പറഞ്ഞാൽ അതും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അതൊക്കെ സ്കെയിലാർ. ഡിസ്റ്റൻസും സ്കെയിലാറാണ്, സ്പീഡും സ്കെയിലാറാണ്. ആൻഡ് മെഷർഡ് ഇൻ മീറ്റർ
പെർ സെക്കൻഡ്, എം പെർ എസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവറിൽ. ഓക്കെ, പിന്നെ സ്പീഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോർമുല. ഓക്കെ, സ്പീഡ് കാണുന്ന ഫോർമുല ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, d/t ആണ് കേട്ടോ. എസ് ഈക്വൽ ടു d/t. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തത് വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിലുള്ള മാറ്റാണ് എന്ത്, വെലോസിറ്റി. അതായത് v is equal to ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതായത് v equal to d/t. ഓക്കെ, ഇനി ഇറ്റ് ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി. അതെന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ആൻഡ് മെഷർ ഇൻ മീറ്റേഴ്സ് പെർ സെക്കൻഡ്, പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവർ ആണ്. വെലോസിറ്റിക്ക് എന്താണ്, ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ്, സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് രണ്ട് മാഗ്നിറ്റ്യൂഡ്സ് ഉണ്ട്, അതായത് സ്പീഡും ഡയറക്ഷനും. ഓക്കെ ആണല്ലോ വെലോസിറ്റി. ഓക്കെ അല്ലേ? വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആൻഡ് ഓൾസോ അത് വെക്റ്റർ ക്വാണ്ടിറ്റി, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ഫിസിക്സിലുള്ളത്. നന്നായിട്ട് എല്ലാ ടോപ്പിക്സും ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് പഠിക്കുക, എല്ലാം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് തന്നെയാണ്. സോ ഇത്രയാണ് നമ്മളുടെ ക്ലാസ്. ബൈ.